ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മളുടെ കളറ്. ഒരു ഇഷ്ടിക റെഡ്, ബ്രിക്ക് റെഡ് എന്ന് പറയുന്നൊരു കളർ അടിച്ചിട്ടാണ് ഇപ്പോൾ ചെയ്യുന്നത്. അപ്പോൾ ആദ്യം നമ്മൾ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ഇത് ഈ ലൈൻസ് കാണുന്നുണ്ടല്ലോ, ആ ലൈൻസ് കാണുന്ന അതിന് മുകളിൽ കൂടി വളരെ ഇതിപ്പോൾ ചെറിയൊരു ചിത്രമായതുകൊണ്ട് വളരെ സൂക്ഷിച്ച് അതിൻ്റെ മുകളിൽ കൂടി തന്നെ നമ്മൾ ഇതേപോലെ സ്കെച്ച് ചെയ്യണം. ഉണ്ടോ, ഈ രീതി തന്നെ സ്കെച്ച് ചെയ്യാം. ഒരല്പം തടി ഇപ്പോൾ ഇത് ചെയ്ത് കഴിഞ്ഞപ്പോൾ ഇവിടെ യെല്ലോ ഒക്കെ കാണാമല്ലോ, അതായത് ഇത് ഫില്ലായി പോകുന്നില്ല. അതുപോലെ ഈ ഇടരേഖ വരുന്നതിൻ്റെ തൊട്ട് മുകളിലും താഴെയുള്ള ആ ഏരിയ ഉണ്ടല്ലോ, അവിടെ ഇതേപോലെ ഫില്ല് ചെയ്തേക്കണം. ഇങ്ങനെ വരാം. അപ്പോൾ ഇതിനോടൊപ്പം തന്നെ വേറൊരു കാര്യം കൂടി നമ്മൾ ചെയ്യേണ്ടതുണ്ട്. അപ്പോൾ ഈ സ്ട്രോക്ക് കൊടുത്തു കഴിഞ്ഞ ശേഷം ഇതേ കളർ മിക്സ് എടുത്തിട്ട് ഇതിനായിട്ട് ഇരട്ടി വെള്ളം ചേർത്ത് ഡൈല്യൂട്ട് ആക്കുക. എന്നിട്ട് ആ ഡൈല്യൂട്ട് ആയ സംഗതി എടുത്തിട്ട് ഇതിന് തൊട്ട് ചേർന്ന് ഇതൊന്ന് ഉണങ്ങിയിട്ട് ചെയ്താൽ മതി. ആദ്യം നമുക്ക് ഈ സ്ട്രോക്ക് ഇങ്ങനെ കൊടുത്ത് ആദ്യം ഇത് വരച്ചിടാം. ഇതേപോലെ ഉണ്ടോ, ഇത്രയും നല്ല തിക്കായിട്ടാണ് വന്നിരിക്കുന്നത്. നമ്മൾ കണ്ട ആ ബ്ലാക്ക് ലൈൻസിന് പകരം ഈ റെഡ് മിക്സ് ഉപയോഗിച്ചുകൊണ്ടുള്ള സ്ട്രോക്ക് അങ്ങനെ കൊടുക്കാം. ഓക്കെ, ഈ ഇടരേഖ വരുന്നിടത്തൊക്കെ ഇതേപോലെ ഫില്ല് ചെയ്യണം. ഈ ഇടരേഖ എന്ന് പറഞ്ഞത് മനസ്സിലായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. ആ ചെറിയ ലൈൻസ് വരുന്നതിൻ്റെ മുകളിലും താഴെയും ഉള്ള ആ ചെറിയ ലൈൻസിനാണ് ഇടരേഖ എന്ന് പറയുക. അപ്പോൾ അതിന് തൊട്ട് മുകളിലും താഴെയുള്ളതാണ് ഇപ്പോൾ ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്നതും ഒരു ഇടരേഖയാണ്. അതിന് തൊട്ട് മുകളിലും താഴെയും ആ ഒരു സ്പേസ് കാണുന്ന അവിടെ നമ്മൾ വിളിച്ചു. അപ്പോൾ ഈ നടുക്കുള്ള ഭാഗം ഉണ്ടല്ലോ, നടുക്കുള്ള ഭാഗം നമുക്ക് വൈറ്റാണ് ശരിക്കും വേണ്ടത്. ഇവിടുത്തെ ഇപ്പോൾ ചെറിയൊരു ഡിസൈൻ ആയതുകൊണ്ടും ഞാൻ ഓൾറെഡി അതിനകത്ത് ആ ചെറിയ ലൈൻസ് ഇട്ടത് കൊണ്ടുമാണ് അത് കാണാത്തത്. പക്ഷേ നമ്മൾ ചെയ്യുമ്പോൾ ഇത് ഈ റെഡൊക്കെ കൊടുത്തു കഴിഞ്ഞിട്ട് ലാസ്റ്റ് നമുക്ക് ബ്ലാക്ക് ചെയ്യില്ല. അതിന് തൊട്ട് മുന്നേ ഈ ഇടരേഖ വരുന്നിടത്ത് മാത്രം നമുക്ക് വൈറ്റ് കൊടുക്കാം, വൈറ്റ് ലൈൻസ്. അപ്പോൾ ഈ നെറ്റിക്ക് ഇതാ തൊട്ട് മുകളിൽ കാണുന്ന ഈ ഏരിയ ഇത് വളരെ സൂക്ഷിച്ച് ചെയ്യണം. ഉള്ളിലേക്ക് പടരാൻ പാടില്ല. ഓക്കെ, പിന്നീട് ഇപ്പോൾ ഇതിനകത്ത് ഇനി നമുക്ക് ബ്ലാക്ക് ഔട്ട്ലൈൻ കൊടുക്കണമല്ലോ. ഈ ബ്ലാക്ക് ഔട്ട്ലൈൻ കൊടുക്കുന്നത് ഈ ബ്രഷ് കൊണ്ട് ഉപയോഗിച്ചിട്ട് ചെയ്യാൻ ബുദ്ധിമുട്ടാണ് എങ്കിൽ പെർമനൻ്റ് ഇങ്കുള്ള ചെറിയ പേനയുണ്ട്, നല്ല ഷാർപ്പ് ടിപ്പുള്ള, അതുപയോഗിച്ച് ഈ ഔട്ട്ലൈൻ കൊടുക്കാം.
ഉണ്ട്. അപ്പോൾ ഈ ഒരു രീതിയിൽ ഇത് ഫുള്ളായിട്ടും എല്ലാ ഭാഗത്തും റെഡ് ഔട്ട്ലൈൻ കൊടുക്കുക. അപ്പം ഞാൻ ഈ ഭാഗത്ത് ഇനി ഇപ്പോൾ കിരീടം ഇതുപോലെ കംപ്ലീറ്റ് ആക്കിയല്ലോ. ഇനി ഈ ഭാഗത്ത് ഞാൻ ഡൈല്യൂട്ട് ചെയ്ത് സംഗതി എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് കാണിച്ചു തരാം. അപ്പം അത് തന്നെ എല്ലാ ഭാഗത്തും റിപ്പീറ്റ് ചെയ്താൽ മതി. എന്നിട്ട് ഒരു പ്രാവശ്യം ഞാനിത് എല്ലായിടത്തും കൊടുത്തു കഴിഞ്ഞിട്ട് അതിൻ്റെ ഒരു സ്ക്രീൻഷോട്ട്, ഒരു ഫോട്ടോ ഞാൻ ഇട്ട് കാണിച്ചു തരാം. ഇവിടെ ഈ ചെവിയുടെ ബാക്കിലുള്ള കർണപുഷ്പം, അവിടെയും നമ്മളെ റെഡ് ഔട്ട്ലൈൻ കൊടുക്കുന്നുണ്ട്. ശരിക്കും ചെവിയിലൊക്കെ വരും, ചെവിയുടെ ഭാഗത്തും ഒക്കെ നമുക്ക് മിക്കവാറും ഏരിയയിലൊക്കെ ഈ ബ്ലാക്ക് വരുന്ന ഭാഗത്തൊക്കെ നമ്മളത് റെഡ് ഔട്ട്ലൈൻ കൊടുക്കും. ശരിക്കും ഇതൊരു പ്രിൻറ്റിങ് പർപ്പസ് ആയതുകൊണ്ടാണ് ബ്ലാക്ക്. അതല്ലെങ്കിൽ റെഡ് നമ്മൾ സാധാരണ ചെയ്യില്ല, പെൻസിൽ കൊണ്ട് വരച്ച് എന്നിട്ട് അതിനുള്ള റെഡ് ആണല്ലോ ചെയ്യുക. ആ റെഡ് പ്രോസസ്സാണ് ആദ്യം ചെയ്യേണ്ടത്. പക്ഷേ ഇവിടെ നമ്മൾ ഓൾറെഡി ലൈൻസ് ഉള്ളത് കൊണ്ടാണ് അവിടെ യെല്ലോ ഫില്ല് ചെയ്തത്. അതുപോലെ നെക്ലേസ്. ഓക്കെ, അപ്പോൾ ഇങ്ങനെ കൊടുത്തിട്ടുണ്ട്. ഇതിന് ഇത് വെച്ചിട്ട് നമുക്ക് ബാക്കിയുള്ള ഭാഗങ്ങൾ കംപ്ലീറ്റ് ചെയ്യാം. ഓക്കെ, ഇതൊരു പ്രാവശ്യം കംപ്ലീറ്റ് ചെയ്തിട്ട് ഞാൻ എൻ്റെ സ്ക്രീൻഷോട്ട് അയച്ചു തരാം.